ഹലോ എവരിവൺ. ഇന്ന് ഫംഗ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ബ്ലോക്ക് ഓഫ് കോഡ്സ് ആണ്. ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ആ കോഡ് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ലാംഗ്വേജ് നെയിം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. നെയിം എന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെന്റും പാസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ അത് എന്തെങ്കിലും റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന്റെ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത് ഇവിടെയാണ്. ആ റിട്ടേൺ ടൈപ്പ് സ്ട്രിംഗ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വാണിംഗ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. നമുക്ക് ഈ നെയിം തന്നെ റിട്ടേൺ ചെയ്ത് നോക്കാം. ഇനി ഈ ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. നമുക്കൊരു നെയിം കൊടുക്കാം. ലാംഗ്വേജിന്റെ നെയിം തന്നെ കൊടുത്തേക്കാം. ഡാർട്ട്. എന്താണ് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി നമുക്കത് പ്രിന്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഡാർട്ട് എന്ന് പറഞ്ഞാണ് നെയിം കൊടുത്തത്. ആ നെയിമാണ് റിട്ടേൺ ചെയ്തേക്കുന്നത്. നമുക്കത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഡാർട്ട് ലാംഗ്വേജിൽ ഫംഗ്ഷന്റെ ഈ റിട്ടേൺ ടൈപ്പ് ഒമിറ്റ് ചെയ്താലും ഇവിടെ കുഴപ്പമൊന്നുമില്ല. റിട്ടേൺ ടൈപ്പ് കൊടുത്തില്ലെങ്കിൽ അത് ഡൈനാമിക് ആയിട്ട് തന്നെ വാല്യൂ എടുക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ നെയിം ഒന്ന് മാറ്റി കൊടുക്കാം. റിട്ടേൺ ടൈപ്പ് അവിടെ സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് നൾ ആയിരിക്കും. നമ്മളിവിടെ ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ടാണ് നൾ വാല്യൂ വന്നത്. ഇവിടെ നമുക്ക് ആകെ ഒരു എക്സ്പ്രഷൻ മാത്രമാണുള്ളത്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു മെത്തേഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. ബ്ലോക്കിനുള്ളിൽ ഒരൊറ്റ എക്സ്പ്രഷൻ മാത്രമുള്ളെങ്കിൽ നമുക്കത് ഒരൊറ്റ ലൈനായിട്ട് ആ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഇതിനെ ആരോ സിൻടാക്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ എക്സ്പ്രഷൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. ലാംഗ്വേജ് എന്നും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സിംഗിൾ എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്ക് ആരോ സിൻടാക്സ് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു ഫംഗ്ഷന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, റിക്വേർഡ് ആൻഡ് ഓപ്ഷണൽ. ഓപ്ഷണലിനെ പിന്നെയും തിരിച്ചിട്ടുണ്ട്, നെയിംഡ് ആൻഡ് പൊസിഷണൽ. നെയിംഡ് പാരാമീറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. കേളി ബ്രേസസിനുള്ളിലാണ് നെയിംഡ് പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു പാരാമീറ്റർ കൂടി പാസ് ചെയ്യാം. ഇൻറ്റ് ഇപ്പോൾ വെറുതെ ഏജ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ പാസ് ചെയ്തു. നെയിംഡ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പാസ് ചെയ്തേക്കുന്ന പാരാമീറ്റേഴ്സിന്റെ നെയിം സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എറർ കാണിക്കുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ ആ പാരാമീറ്ററിന്റെ നെയിം സ്പെസിഫൈ ചെയ്യണം. അവിടെ ഓർഡർ മാറിയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. ഏജ് എന്ന് പറയുന്ന പാരാമീറ്റർ ആദ്യം കൊടുത്തു നോക്കാം. റിട്ടേൺ നെയിം ഏജ്. നമ്മൾ പാസ് ചെയ്ത പാരാമീറ്റേഴ്സിന്റെ
നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ പൊസിഷൻ മാറിയെന്നോർത്ത് വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. അടുത്തായിട്ട് പൊസിഷണൽ പാരാമീറ്റർ എന്താണെന്ന് നോക്കാം. സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ആർഗ്യുമെന്റ്സിനെ പൊസിഷണൽ ആക്കുന്നത്. ഓപ്ഷണൽ ആക്കുന്നതിന് വേണ്ടിയാണ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റിനെ സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് ഏജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏജ് ആവശ്യമുള്ള സമയത്ത് വാല്യൂ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നതിനും കുഴപ്പമില്ല. പിന്നെ പൊസിഷണൽ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, റൈറ്റ് സൈഡിലേക്കുള്ള ആർഗ്യുമെന്റ്സിനെ മാത്രമേ നമുക്ക് പൊസിഷണൽ ആക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് എറർ അടിക്കും. ഈ ഏജ് എന്നുള്ളത് സ്കിപ്പ് ചെയ്താലും അവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മളിവിടെ ഏജ് കൊടുക്കാത്തതുകൊണ്ട് അത് നള്ളായിട്ട് റിട്ടേൺ ചെയ്യുന്നു. നമുക്ക് നമ്പേഴ്സ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം. പ്രിന്റ് നമ്പേഴ്സ്. നെയിംഡ് പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ num1 num2 return num2. ഈ നമ്പേഴ്സ് രണ്ടും നമ്മൾ റിട്ടേൺ ചെയ്യണം. ഇനി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആർഗ്യുമെന്റിന് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാം. ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം num1ന് നമ്മൾ 2 എന്ന് പറഞ്ഞ ഒരു ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുകയാണ്. നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്ത് നോക്കാം. പ്രിന്റ് നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഫംഗ്ഷന് പേര് കൊടുത്തത്. ഇതിന്റെ റിസൾട്ട് അറിയാനായിട്ട് നമുക്കത് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് അതിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ 2 മാത്രമാണ് നമ്മൾ പാസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്പർ 1ന് മറ്റൊരു വാല്യൂ കൊടുത്ത് നോക്കാം. 4. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ 4 എന്ന് പറഞ്ഞ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത സമയത്ത് നമുക്ക് 4 ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. ഈ പൊസിഷണൽ പാരാമീറ്റേഴ്സിനാണെങ്കിലും നമുക്ക് ഡിഫോൾട്ട് ആയിട്ടൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതും ഈക്വൽ ടു സൈൻ തന്നെ യൂസ് ചെയ്താണ്. ചുമ്മാ ഒരു നമ്പർ കൊടുത്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ കൊടുത്ത ഡിഫോൾട്ട് വാല്യൂ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ലിസ്റ്റിനും മാപ്പിനും ഒക്കെ നമുക്ക് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റ്, അതിൻ്റെ ആർഗ്യുമെന്റ് പാസ് ചെയ്യാം. ലിസ്റ്റാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ലിസ്റ്റിന്റെ ടൈപ്പ് ഇന്റ് ആണ്. നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ റിട്ടേൺ ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ലിസ്റ്റ് തന്നെയാണ്. റിട്ടേൺ
numbers നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് നോക്കാം. ലിസ്റ്റ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ നെയിം. ഇനി നമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തു നോക്കാം. ഔട്ട്പുട്ട് അറിയാൻ വേണ്ടി നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നു. നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിനാണെങ്കിലും നമുക്ക് ഡിഫോൾട്ട് വാല്യൂ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാനായിട്ട് ഈക്വൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റിന് നമുക്കൊരു ഡിഫോൾട്ട് വാല്യൂ കൊടുത്തു നോക്കാം. കോൺസ്റ്റന്റ് ആദ്യം നമ്മൾ 1 2 3 ആണ് കൊടുത്തത്, അതുകൊണ്ട് 2 3 4 എന്ന് പറഞ്ഞ് നമുക്ക് ലിസ്റ്റ് കൊടുക്കാം. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു കേളി ബ്രേസസിൽ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ്. എറർ മാറിയിട്ടുണ്ട്. എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കാം. നമ്മൾ കൊടുത്ത ഡിഫോൾട്ട് വാല്യൂ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ലിസ്റ്റിനും മാപ്പിനും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമുക്കൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്കൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് നോക്കാം. ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാനിവിടെ ഇനിഷ്യലൈസ് ചെയ്യാണ്. അതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലാംഗ്വേജ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു. ഇനി ആ വേരിയബിൾ പ്രിന്റ് ചെയ്യിച്ചാലും നമുക്ക് ലാംഗ്വേജ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് അവിടെ ആക്സസിബിൾ ആവുന്നത്. നെയിം വേണമെങ്കിൽ ഒന്ന് മാറ്റി നോക്കാം. ലാംഗ്വേജ് നെയിം തന്നെ കൊടുത്തേക്കാം. ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. നെയിം ഉള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ നെയിം ഇല്ലാത്ത ഫംഗ്ഷനെയാണ് നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആ ലിസ്റ്റിനെ ഒന്ന് പ്രിന്റ് ചെയ്യിക്കാനായിട്ട് നോക്കാം. ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിനെയും നമ്മൾ ഈ ഐറ്റം എന്ന് പറഞ്ഞ നെയിം ചെയ്തേക്കുന്നത് ആ ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിനെയാണ്. ഇൻഡെക്സ് വെച്ച് നമുക്കത് പ്രിന്റ് ചെയ്യിക്കാം. ഐറ്റംസിനെ ഐറ്റം ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ വേണം ഇത് കൊടുക്കാനായിട്ട്. ഇനി ഐറ്റത്തിന്റെ നെയിം പ്രിന്റ് ചെയ്യിക്കാം. നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അതിനെ പ്രിന്റ് ചെയ്യുകയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു അനോണിമസ് ഫംഗ്ഷൻ ആണ്, അതായത് നെയിം ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആണ്. ഐറ്റം എന്ന് പറയുന്നതാണ് ആ ഫംഗ്ഷന്റെ ഒരു ആർഗ്യുമെന്റ്. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ആ ഇൻഡെക്സ് അനുസരിച്ച് ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നെയിം ഇല്ലാത്ത ഫങ്ഷൻസിനെയാണ് നമ്മൾ അനോണിമസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡാർട്ട് എന്ന് പറയുന്നത് ഒരു ലെക്സിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ് ആണ്. അതായത് കോഡിന്റെ ലേഔട്ട് കണ്ട് തന്നെ നമുക്കൊരു വേരിയബിളിന്റെ സ്കോപ്പ് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ലെക്സിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്ത് നോക്കാം. മെയിൻ ഫംഗ്ഷന് പുറത്താണ് നമ്മൾ ഈ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഒരു നമ്പർ കൊടുത്തു 3 എന്ന് പറഞ്ഞാൽ. ഈ വേരിയബിളിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് അതിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്പർ ഈക്വൽ ടു 2. ഇതുപോലെ ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യാം. മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് മറ്റൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്ത് നോക്കാം. വാർ പ്ലേസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. കേരള എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. ഈ പ്ലേസ് എന്ന വേരിയബിളിന്റെ സ്കോപ്പ് ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമാണ്. ഇതിന് പുറത്തേക്ക് നമുക്ക് ഈ പ്ലേസ് എന്ന് പറയുന്ന വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ വേരിയബിളിന്റെ സ്കോപ്പ് ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കും. ഇനി ലെക്സിക്കൽ ക്ലോഷർ എന്താണെന്ന് നോക്കാം. ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ആണ്. ഫംഗ്ഷൻ ഒറിജിനൽ സ്കോപ്പിന്റെ പുറത്താണെങ്കിലും അതിന്റെ ലെക്സിക്കൽ സ്കോപ്പിനുള്ളിലുള്ള വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ ഈ ഒബ്ജക്റ്റിന് സാധിക്കും. അതാണ് ലെക്സിക്കൽ ക്ലോഷർ. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ക്ലോഷറിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കാർ എന്ന് പേരുള്ള ഒരു ഫംഗ്ഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ടയേഴ്സ് ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ടയേഴ്സ് 4 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബൈക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഈ ടയേഴ്സിനെ ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്തു 2 ആയിട്ട്. ബൈക്ക് എന്ന ഫംഗ്ഷനിൽ ഞാൻ ടയേഴ്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഈ കാർ എന്ന ഫംഗ്ഷനിൽ ഞാൻ ഈ ബൈക്ക് എന്ന ഫംഗ്ഷനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇതൊരു നെസ്റ്റഡ് ഫംഗ്ഷൻ ആണ്. റിട്ടേൺ ബൈക്ക്. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് അറിയാനായിട്ട് അതിനൊന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. നെസ്റ്റഡ് ഫംഗ്ഷനിൽ നമ്മൾ കൊടുത്ത വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ലെക്സിക്കൽ ക്ലോഷറിന് ഒരു എക്സാമ്പിൾ ആണിത്. ഇനി ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ വീഡിയോസിൻ്റെ അപ്ഡേഷന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.